ആദ്യം നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കി കൊടുക്കുക. പൊട്ടിപ്പൊടിക്കുവാനായിട്ട് ഇഷ്ടമാണ്. ഇതൊരു ഹാഫ് മൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. ഉള്ളി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് തക്കാളി, ഓപ്ഷണലാണ് തക്കാളിക്ക്, ആവശ്യകരമാണ് കിട്ടാൻ മതി. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. അധികം മസാലയൊന്നും വേണ്ട, നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അത്യാവശ്യം എരിവുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു പിഞ്ച് ആവശ്യത്തിന് കേൾക്കാം. ഇച്ചിരി ഗരം മസാല, നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രത്തോളം ഇടുന്നത് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഗ്രേവി ഈ ഒരു തിക്നെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ബോയിൽ ചെയ്തിട്ട് ചിക്കി എടുത്തിരിക്കുന്ന ചിക്കനാണ്. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇടുന്നു. ആവശ്യത്തിന് ഇട്ടാൽ മതി, എരിവ് കൂടി പോകും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, ഓപ്ഷണലാണ്. ബട്ടർ പേപ്പർ വെക്കുന്നു. അതിലേക്ക് നമ്മുടെ ഇത് പേസ്ട്രിയുടെ ഷീറ്റാണ്, പഫ് പേസ്ട്രിയുടെ ഷീറ്റ്, അത് വെക്കുന്നു. അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് കുറച്ച് വെക്കാം. ഫില്ലിങ്സ് നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ 4 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കുന്നു. മുട്ട ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ മറ്റേ ബ്രഷ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ച്
10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പപ്സ് റെഡി. അപ്പോൾ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.